السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. വിലമതിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നാളത്തെ ദിവസം റജബ് 27 ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു ദിവസമാണ്. കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു ഇബാദത്താണ് നോമ്പനുഷ്ഠിക്കുക, അല്ലേ? പരിശുദ്ധ റജബിന്റെ 27 ദിവസം കടന്നു വരുമ്പോൾ പല ആളുകൾക്കും ഒരു പ്രയാസമാണ്. നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്? അന്ന് പ്രത്യേക നോമ്പുണ്ടോ? നോമ്പനുഷ്ഠിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിനുശേഷമുള്ള സഹാബത്ത്, അംബിയ, താബിഈങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യുന്നതിനപ്പുറം കാലമത്രയും നമ്മുടെ മുൻഗാമികളായ വലിയ പണ്ഡിതന്മാർ, മഹാന്മാരായ മുൻഗാമികൾ, അവർ ദീൻ പഠിച്ചതുപോലെയൊന്നും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യവും ഇന്നില്ല. അതുപോലെ പഠിക്കാനൊട്ട് സമയവും നമ്മൾ മാറ്റിവെക്കുന്നില്ല. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ പവിത്രമായി കണ്ടിരുന്ന ഒരു ദിവസമാണ് റജബ് 27 ദിവസം. അവർക്കന്ന് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അബൂജഹൽ അക്കാലഘട്ടത്തിൽ നബിതങ്ങൾ മിഅ്റാജിന്റെ യാത്ര പോയി വന്നപ്പോൾ നബിതങ്ങൾക്ക് എങ്ങനെയാണത് കഴിഞ്ഞത്, പോകാൻ കഴിയില്ല എന്ന് ഒരുപാട് ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്ന വ്യക്തിയാണ്. ഇന്നും റജബ് 27 കാര്യം പറയുമ്പോൾ അവന്റെ പിൻഗാമികളായ ആളുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ശരി, ഖൽബിൽ ഈമാനുള്ള അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ വന്ന് അബൂജഹൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഹമ്മദ് 2 മാസത്തെ വഴിദൂരമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നുണ്ട്. അബൂബക്കർ, നീ വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അവിടുത്തെ ഈമാൻ എന്ന് മനസ്സിലാക്കണം. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എന്നാൽ ഓക്കെ, ഞാൻ വിശ്വസിക്കുന്ന. ഇതല്ല, അതിനേക്കാൾ ദൂരമുള്ള യാത്ര അവിടുന്ന് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ശരി, ഞാൻ അംഗീകരിക്കും. കാരണം എനിക്ക് അവിടുന്ന് പഠിപ്പിച്ച ഈമാൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്നവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരിനി ഖിയാമത്ത് നാൾ വരെ ചോദിക്കും. അബൂജഹലിന്റെ പിൻഗാമികളായ ആളുകൾ അവരിങ്ങനെ ചോദ്യം ചോദിക്കും. അവർക്ക് മറുപടി കിട്ടിയാലും അവർ ഇബാദത്ത് ചെയ്യാനോ അമല് ചെയ്യാനോ ഒന്നും കഴിയൂല. അവർക്ക് ഇനി അടുത്ത വർഷം ആകുമ്പോൾ വീണ്ടും ചോദിക്കാം. എന്നാലോ സിദ്ദീഖ് തങ്ങളുടെ ആ പാത പിൻപറ്റുവന്നവരാണെങ്കിലോ അവർ റജബ് 27 ആദരിക്കുകയും അതിന്റെ രാത്രിയെ പരിഗണിക്കുകയും ഇബാദത്ത് ചെയ്യുകയും പകൽ നോമ്പനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത് ആ ദിവസത്തിന് വലിയ മഹത്വം കൽപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഇത് മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ചതാണോ? അവരിത് പറഞ്ഞിട്ടുണ്ടോ? അന്നത്തെ ദിവസത്തിൽ പ്രത്യേക സുന്നത്ത് വല്ലതും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. നീട്ടിപ്പറ്റി ഞാൻ പറയണില്ല. റജബ് 27 നോമ്പ് സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. നബി തങ്ങളുടെ ഹദീസ് എന്താണ്? മൻ സ്വാമ യൗമ സാബിഇ വൽ 20 മിൻ റജബ്, ആരെങ്കിലും ഒരാൾ റജബ് 27 ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ കുതിബ ലഹു സവാബ സിയാമി 60 ശഹർ, 60 മാസത്തെ നോമ്പ് അനുഷ്ഠിച്ച കൂലി ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു എഴുതപ്പെടുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടനവധി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ തെളിവായിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവർക്ക് തെളിവായിട്ട് ആ ഹദീസ് ഉദ്ധരിക്കാമെങ്കിൽ, അവർക്ക് അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാമെങ്കിൽ, ഈ ആഖിർ സമാനിലെ ചണ്ടി ചവറുകളായ കേവലം ഹദീസുകൾ കുറഞ്ഞ എണ്ണം പോലും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെന്ന് ഖൽബിൽ ചിന്തിച്ചു നോക്കിയേ, 10 ഹദീസ് നമുക്ക് കാണാതറിയോ? പറഞ്ഞത് 10 എണ്ണം പോട്ടെ, ഒരു 5 എണ്ണം കൃത്യമായി കാണാതെ പറയാൻ അറിയോ? ഒരെണ്ണം കൃത്യമായിട്ട് നമുക്ക് പറയാനറിയോ? സനദടക്കം കഴിയില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്നിട്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. 10 ലക്ഷം ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ തങ്ങൾ അടക്കം അവിടുന്ന് പഠിപ്പിച്ചെന്ന പരിശുദ്ധ ശഅബാൻ റജബ് മാസത്തിലെ ഈ 27 നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങളുടെ ഹദീസ് അവർ അതിനുമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ നമ്മെ പഠിപ്പിച്ചു വരുമ്പോൾ പിന്നെ അതിന്റെ ബാക്കി ചേർന്ന് അന്വേഷിച്ച് പോകണ്ടല്ലോ. ഒരുപാട് കിതാബുകളിൽ കാണാം, ഉന്യത്തിലും അതുപോലെ യഹ്യായിലും ഒക്കെ ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്നതായി കാണാം. തെളിവുകൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് കിതാബിന്റെ പേജും അതുപോലെ തന്നെ നമ്പരും ഒക്കെ, വാട്സ്ആപ്പ് നമ്പരും ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അല്ലാഹു ഇബാദത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല ഇബാദത്തുകൾക്ക് അവസരം നൽകട്ടെ. ഈ വർഷത്തെ റജബ് 27 ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ദിവസം ഞാനൊരു 3 പ്രത്യേകത പറഞ്ഞുതരാം. ഈ നോമ്പിന്റെ 3 പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഒന്ന് റജബ് 27 നോമ്പ്. അപ്പം നിയ്യത്ത് വെക്കുന്ന സമയത്ത്
റജബ് 27 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടു. ഇങ്ങനെ 27 സുന്നത്തിനെ കരുതാം. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ നബി തങ്ങൾ പ്രത്യേക സുന്നത്താക്കിയതാണ് അല്ലേ? യൗമുൽ ഇസ്നൈനും യൗമുൽ ഖമീസും, തിങ്കളും വ്യാഴവും നിങ്ങൾ പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കാൻ നബി തങ്ങൾ സുന്നത്താക്കി കൽപ്പിച്ച 2 ദിവസങ്ങളാണ്. അപ്പൊ ആ ദിവസവും 27 വരണം അല്ലെ? അപ്പൊ 2 നോമ്പിന്റെ കൂലി. ഇങ്ങനെ അപ്പൊ നിയ്യത്ത് വെക്കുമ്പോ റജബ് 27 സുന്നത്തും അതുപോലെ തന്നെ എന്താ സുന്നത്ത് വെക്കേണ്ടത്? വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പും ഞാൻ നോറ്റുവീട്ടുന്നു. ഇങ്ങനെ 2 നോമ്പിന്റെ കൂലി. ഇനി ഒരു കൂലിയും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ സുന്നത്താക്കിയ മറ്റൊരു നോമ്പും കൂടെ ഈ ദിവസങ്ങളിൽ പെടുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവുൽ കുബ്രയിൽ ആ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ആ ഒരു ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട്. വിസന്നു അയ്ദൻ സൗമു സാബിഇ വൽ 20 27 നോമ്പ് സുന്നത്താണ്. വതാലിഹി അതിനോട് തുടർന്ന് വന്ന 28ഉം 29. മനസ്സിലായോ? അപ്പൊ 27, 28, 29 ദിവസങ്ങളിലെ നോമ്പ് പ്രത്യേക സുന്നത്തുണ്ട്. തുസമ്മൽ അയ്യാം അസ്സൂദ്. അത് ആ ദിവസങ്ങൾക്ക് പറയുന്ന പേരാണ് അസ്സൂദ് എന്ന്. അസ്സൂദ് എന്നാണ്, യൗമുസ്സൂദ്, അയ്യാമുസ്സൂദ് എന്നാണ് ആ ദിവസത്തിന് അറിയപ്പെടുന്നത്. അപ്പോ ഒരാൾ നിയ്യത്ത് വെക്കുമ്പോൾ, ഈ നാളത്തെ നോമ്പിൽ നിയ്യത്ത് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? റജബ് 27 സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, അതോടൊപ്പം തന്നെ യൗമുസ്സൂദിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിട്ടുന്നു. 3 നോമ്പിന്റെ കൂലി ഒരൊറ്റ ദിവസം കൊണ്ട്. അതിനപ്പുറം 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലി വേറെ സെപ്പറേറ്റ്. അത്രയും പവറുള്ള, പവിത്രതയുള്ള ഒരു ദിവസമാണ്. ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു ദിവസമാണ്. ഒരുപാട് മഹാന്മാര് ഈ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ദിവസത്തെ നോമ്പിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞതായി കാണാം. ഒരുപാട് പണ്ഡിതന്മാർ. ഞാൻ കുറച്ച് ആളുകളുടെ പേരെന്ന് പറഞ്ഞാൽ, മെഹറാജിന്റെ ദിവസത്തെ നോമ്പ് സുന്നത്താണ്. ഇതാരാ പറഞ്ഞത്? കിതാബ് ഞാൻ പറഞ്ഞുതരാം. ഫത്ഹുൽ അല്ലാം 2ാം വാള്യം 208 പേജിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു ഉദ്ധരണി കാണാൻ കഴിയും. അതുപോലെ തന്നെ യആനത്ത് നോക്കിയാലും കാണാം. യആനത്തിന്റെ 2ാം വാള്യം 270 പേജിൽ കാണാം. ഫത്താവ ഷാലിയാത്തി, ഇമാം ഷാലിയാത്തി തങ്ങൾ നമ്മളൊക്കെ മുമ്പ് ജീവിച്ചത് വലിയ മഹാന്മാരാണ്. അവർ ചെയ്ത ഇബാദത്തിനൊന്നും 7 അയലത്തെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ 7 അയലത്തെത്താൻ, അവർ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളും അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഒന്നും അടുത്തെത്താൻ പോലും നമുക്ക് കഴിയില്ല. അവർ പഠിപ്പിച്ചരികയാണ്. ഈ ഇമാം ഷാരിയാത്തി തങ്ങളുടെ ഫത്താവയിൽ കാണാം 135 പേജിൽ, യുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ ദിവസത്തെ നോമ്പിന് സുന്നത്തിന്റെ കൂലിയുണ്ട്, സുന്നത്താണ് എന്ന്. അതുപോലെ തന്നെ ഹാഷിയത്തുൽ ജമലിൽ കാണാം 3ാം വാള്യം 468 പേജിൽ ഹാഷിയത്തുൽ ജമൽ നോക്കിയാൽ അവിടെയും പറയുന്നത് എന്താ? ഇസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ ദിവസത്തിലെ നോമ്പ് സുന്നത്താണ്. അപ്പൊ എത്രയോ മഹാന്മാരായ ആളുകൾ ഈ ദിവസത്തെ നോമ്പ് സുന്നത്താണെന്ന് പറയുമ്പോൾ, നമ്മൾ ചില ആളുകളുടെ ഹദീസ് പോലും തിരിയാത്ത ചില ആളുകളുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ അറിയുന്ന, അതിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് സ്വീകരിക്കാതെ ഈ അടുത്ത കാലത്ത് വന്ന പൊട്ടിമുളച്ചു വന്ന ചില ആളുകൾ പറഞ്ഞു ആ ദിവസത്തെ നോമ്പിന് ഒരു കൂലിയുമില്ല, അന്നത്തെ നോമ്പിന് സുന്നത്തുമില്ല എന്ന് പറഞ്ഞങ്ങോട്ട് പരത്തുമ്പോ, ഞാൻ പറയട്ടെ, ഇത് സ്വീകരിക്കുന്ന ആരാണെന്നറിയോ? ഇബാദത്ത് ചെയ്യാൻ മടിയുള്ളവരാണോ? അവർക്ക് ഇത് വലിയ കിട്ടുക. ഇബാദത്ത് ചെയ്യാൻ പ്രയാസമുള്ളവർ മെഹറാജിന്റെ നോമ്പ് അനുഷ്ഠിക്കണ്ടേ, ബറാത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കണ്ടേ? അവർക്ക് റമദാനും പ്രയാസം തന്നെ. മുനാഫിഖീങ്ങളുടെ അടയാളം പറയുന്നത് കാണാം. അവർക്ക് ഇബാദത്തിന് വലിയ പ്രയാസമാണ്. നിസ്കാരങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് സൽക്കർമ്മങ്ങളായിക്കൊള്ളട്ടെ, ഇബാദത്ത് എന്ന് പറയുന്നവർക്ക് വലിയ വിഷമമാണ്, പ്രയാസമാണ്. അത് ഇക്കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കെണിവലകളിൽ പെട്ടുപോകാതിരിക്കുക. ഈ ദിവസത്തെ നോമ്പിന്, വരുന്ന മെഹറാജ് 27 നോമ്പിന് 3 നോമ്പിന്റെ കൂലിക്ക് അപ്പുറം 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലി എക്സ്ട്രാ കിട്ടുന്ന സുന്നത്തിന്റെ കൂലി, നബിതങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കിയ കൂലി. ഒരുപാട് ഇബാദത്തുകൾ നോമ്പനുഷ്ഠിച്ചവനായി നമ്മൾ പോകുന്ന ഖുർആൻ പാരായണങ്ങൾ, അദ്കാറുകൾ, അതുപോലെ തന്നെ സ്വലവാത്തുകളൊക്കെ ആ പകലിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ അധികമായി ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഇബാദത്തുകൾക്ക് അവസരമുള്ള ഒരു ദിവസമാണ് പരിശുദ്ധ റജബ് 27 വ്യാഴാഴ്ച ദിവസം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പനുഷ്ഠിക്കുക. നമ്മുടെ മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, കുടുംബാദികളെ കൊണ്ടൊക്കെ അത് നോൽക്കാൻ ആരെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാം. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.